കൊടും ചൂടിനെ പ്രതിരോധിക്കാൻ മോരുമേളയുമായി കോടനാട് ബസേലിയോസ് പബ്ലിക് സ്കൂൾ കലർപ്പില്ലാത്ത പഴമയുടെ രുചിക്കൂട്ടുകളുമായാണ് കുട്ടികൾ മോരുമേള സംഘടിപ്പിച്ചത്. ആരോഗ്യത്തിന് ഹാനികരമായ കോളകളിൽ നിന്നും വരും തലമുറയെ മോചിപ്പിച്ച് തനത് ശീതളപാനീയങ്ങളുടെ ഗുണമേന്മകൾ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു മേളയുടെ പ്രധാന ഉദ്ദേശം. കൊടും ചൂടിന്റെ കാഠിന്യം പ്രതിരോധിക്കാൻ കോടനാട് ബസേലിയോസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികൾ മോരുമേളയുമായി രംഗത്തെത്തിയത് ശ്രദ്ധേയമായി. ക്യാരറ്റ്, ബീട്രൂട്ട്, തണ്ണിമത്തൻ, കുക്കുംബർ, കറ്റാർവാഴ തുടങ്ങിയവയുടെ വ്യത്യസ്ത നിറങ്ങളിലും രുചിക്കൂട്ടുകളിലും മോര് ലഭിച്ചപ്പോൾ കുട്ടികളോടൊപ്പം നാട്ടുകാരും മോര് രുചിക്കാനായി എത്തി. ആരോഗ്യത്തിന് ഹാനികരമായ കോളകളിൽ നിന്നും വരും തലമുറയെ മോചിപ്പിച്ച് തനത് ശീതളപാനീയങ്ങളുടെ ഗുണമേന്മകൾ മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു മേളയുടെ ഉദ്ദേശം. പരമ്പരാഗത രീതിയിൽ പനയോല കൊണ്ട് തണ്ണീർ പന്തലിൽ കുട്ടികൾ തന്നെയാണ് വ്യത്യസ്ത രുചികളിലുള്ള മോര് തയ്യാറാക്കിയതും വിതരണം ചെയ്തതും. സ്കൂൾ PTA-യും അധ്യാപകരും ആവശ്യമായ നിർദ്ദേശങ്ങളുമായി ഒപ്പമുണ്ടായിരുന്നു. മോരിന്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും കോളകളുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചുമുള്ള ക്ലാസുകളും ശ്രദ്ധേയമായി. ഡോക്ടർ വിധു കൃഷ്ണൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ മിനി നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോക്ടർ VN ഹിരണ്യ, സ്കൂൾ മാനേജർ തോമസ് പോൾ റമ്പാൻ, വിനയ് ബാബു, വർഗീസ് തെറ്റയിൽ, PS രമണി, രാജപ്പൻ, ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. പലപ്പോഴും പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾ അവർക്ക് ആവശ്യമുള്ള ശീതളപാനീയങ്ങൾ കടകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുകയും അത് പലപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വേനൽ കനത്തു വരുന്ന ഈ സമയത്ത് അവരുടെ ശരീരം തണുപ്പിച്ച് നിർത്തേണ്ട ഉത്തരവാദിത്വവും അവർക്ക് ആരോഗ്യകരമായ പാനീയങ്ങൾ കൊടുക്കേണ്ട ഉത്തരവാദിത്വവും എല്ലാം കുടുംബത്തിൻ്റെയും സ്കൂളിൻ്റെയുമാണ് എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഇന്ന് മോരുമേള ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ കുട്ടികൾക്കെല്ലാവർക്കും വിവിധ തരങ്ങളിലുള്ള മോരുകൾ അവർക്ക് വിതരണം ചെയ്തു. അവരെല്ലാം സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. അവർക്ക് പുതിയൊരു അനുഭവമായിരുന്നു പല കുട്ടികൾക്കും. ഗ്രാമപ്രദേശത്തായിട്ട് പോലും പല കുട്ടികളും മോരുപയോഗിക്കുന്നതിൻ്റെ എണ്ണം വളരെ കുറവാണ്. അതിൻ്റെ രുചി അവർക്ക് പകർന്നു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് ചെയ്തത്. അധ്യാപകരും കുട്ടികളുമെല്ലാം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയുണ്ടായി. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്ത ടണൽ അക്രലിക് അക്വേറിയം 10,000 സ്ക്വയർ ഫീറ്റിൽ വിവിധയിനം പക്ഷികൾ പെരുമ്പാവൂരിന് വിസ്മയാനുഭൂതികൾ സമ്മാനിക്കുന്നു. മറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ പെരുമ്പാവൂർ പാലക്കാട്ടുതാഴം മൈതാനിയിൽ ഏവർക്കും സ്വാഗതം.